2, 3 and... ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഇത്താത്തയും ഇക്കാക്കിയും വരുന്നുണ്ട്. ഇത്താത്ത ഇക്കാക്കി എന്ന് പറഞ്ഞാൽ സിഫാൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കുട്ടികളും വരുന്നുണ്ട് കേട്ടോ. ചെപ്പൂന് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കൂടെ കിട്ടിയ ഒരു ഗോൾഡൻ ഗിഫ്റ്റാണ് ഇത്താത്ത. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആളെ കാണിക്കുന്നില്ല. താത്ത എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ് കേട്ടോ. എന്നെ അത്രയധികം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അടിപൊളി ദിവസമായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതെല്ലാമായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗോസായക്കുന്ന് ബീച്ചിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ചെപ്പ് വരുന്നില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ലീവില്ലാത്തതുകൊണ്ട് വരുന്നില്ല. ഞങ്ങൾ മാത്രമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബീച്ചിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതുപോലൊരു റോഡാണ് കേട്ടോ, കുറച്ച് ഓഫ് റോഡാണ് വരുന്ന വഴിയൊക്കെ, പക്ഷേ നല്ല രസമുള്ളൊരു വ്യൂ ആണ് മൊത്തത്തിൽ. ഇതെത്ര ഫേമസ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഒരു പ്രൈവസി ഉണ്ട്, അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. വളരെ വിശാലമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ ഈ ബീച്ച്. ഇവിടെ ഒരു ടീം മൂടുണ്ട്. രാത്രി വോയിസ് ഓവർ കൊടുത്താലും രാവിലെ കൊടുത്താലും എപ്പോഴും ഇതിങ്ങനെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാം ഒന്ന് ക്ഷമിച്ചേക്ക്, വേറൊരു വഴിയില്ല. അപ്പം നമ്മൾ ബീച്ച് എത്തിട്ടോ. എൻ്റെ വ്ളോഗിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മിനി ഗോവ. അതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടാവാം, പക്ഷേ ഇവിടുത്തെ തെങ്ങിന് എന്തോ ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ അരുവി, ഇത് ഈ ഒരു സമയത്ത് അധികം ഒഴുക്കൊന്നും തോന്നില്ല, പക്ഷേ ഇടയ്ക്ക് നല്ല ഒഴുക്കുണ്ടാവലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇതിലും ഭയങ്കര ഒഴുക്കായിരുന്നു. അപ്പം അങ്ങനെ ഒരു അരുവിയാണ്, നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ ഇവിടെയാണ് പോലും ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ വലിയ ബീച്ച് ലവറൊന്നുമല്ല, പക്ഷേ എനിക്ക് ഈ ബീച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ. ഒരു പ്രത്യേക ഭംഗി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കും അത് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ചെപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം. ഞാനപ്പോൾ അവിടെ മൊത്തം ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ അങ്ങോട്ട് ആളുകൾ കല്ലുമ്മക്കായ പറിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ കല്ലുണ്ട് കേട്ടോ. ഈ കല്ലുമ്മയൊക്കെ നമുക്കിരിക്കാം. പിന്നെ അതിൻ്റെ മേലെ കൂടി തിര വരുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ശരിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും. കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ കളിക്കാം.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്രാബിനെ കണ്ടുന്നത് ഇതായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ ഇതിന് വെച്ച് കളിക്കുമായിരുന്നു. സംഭവം പേടിയൊക്കെ ഉണ്ട്, പക്ഷെ നാളും നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഓരോ കളി കാണാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കണ്ടത് ഇതാണ് കേട്ടോ. ഇതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഒരു ഫിഷായിരിക്കാം മേ ബി. നമ്മളിതിനെ ഒരു ജെല്ലി ഫിഷ് എന്നൊക്കെയാണ് ഞങ്ങൾ വിളിച്ചത്, എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതെന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ചത്തതാണോ ജീവനുള്ളതാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പം നമുക്ക് പേര് പോലെ തന്നെ ഗോസായി കുന്ന് കാണാൻ വേണ്ടി പോവാട്ടോ. അവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോസായി കുന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടും. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്ഥലം. ഇതൊരിക്കലും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഫേമസ് ആക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇരുട്ടാവുന്നത് വരെ സ്പെൻഡ് ചെയ്യാതിരിക്കുക. മാക്സിമം നേരത്തെ തന്നെ പോവുക. സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാപ്പും കറക്റ്റ് കിട്ടാറില്ല, പൊതുവേ കിട്ടാറില്ല. അപ്പോൾ രാത്രി പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് തന്നെ കൂട്ടിക്കോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നട്ടം തിരിഞ്ഞിട്ടാണ് വീടെത്തിയത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പോകുന്നവർ നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കുക. നമുക്ക് ഈ വഴികളൊന്നും വലിയ പിടുത്തമില്ലല്ലോ, മാപ്പ് വെച്ചിട്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. മാപ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ പോയില്ലേ, പിന്നെ ആൾക്കാരോട് ചോദിച്ചും പറഞ്ഞൊക്കെ പോകണം. പിന്നെ കാർ പോകാനുള്ള വഴിയുണ്ട്, പക്ഷെ വേറൊരു കാറ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ പോവാം. ബെസ്റ്റ് ടൂ വീലറായിട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങ് അറ്റം വരെ ടൂ വീലർ കൊണ്ട് വെക്കാം. പിന്നെ കടകളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫേമസ് പ്ലേസ് ഒന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വാങ്ങിക്കൊണ്ടൊക്കെ പോയിട്ട് അവിടെ വെച്ച് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ് ചെയ്യാൻ മറക്കരുത്.